എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡു നോട്ട് മേക്ക് എനി വൺ ഇൻഡിസ്പെൻസബിൾ ഇൻക്ലൂഡിങ് യുവർ സെൽഫ്. ഇൻഡിസ്പെൻസബിൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒഴിച്ചുകൂടാനാവാത്ത രീതിയിലാവരുത്. അതായത് ഒരു സ്ഥാപനത്തിൽ ഒരു വ്യക്തി ഇല്ലാതായി കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് എന്തെങ്കിലും അയാൾക്ക് സംഭവിക്കുകയോ അയാൾക്ക് ജോലിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ അയാൾ ആ ജോലി വിട്ടു പോവുകയോ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനം മൊത്തം തകർന്നു പോകേണ്ട ഒരവസ്ഥ വരരുത്. അത് ആ സ്ഥാപനത്തിൻ്റെ നേതാവ് ഉൾപ്പെടെയുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു സിസ്റ്റം തീർച്ചയായിട്ടും ഉണ്ടാകണം. അതൊരു ചെറുതോ വലുതോ ആയിട്ടുള്ള സ്ഥാപനത്തിലാണെങ്കിൽ ആ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് വേണം ആ സ്ഥാപനം പ്രവർത്തിക്കാൻ, അല്ലാതെ ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല. തീർച്ചയായിട്ടും വ്യക്തികൾ വേണം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനായിട്ട്, എന്നാലും അവിടെ വ്യക്തമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാകണം. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം കുറേ പേര് ജോലിക്ക് വന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു സ്ഥാപനം തകർന്നു പോകാൻ പാടില്ല. പല പല സ്ഥാപനങ്ങളും തകർന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഹോട്ടലിൽ, ഒരു റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ മെയിനായിട്ടുള്ള കുക്ക് അല്ലെങ്കിൽ ഷെഫ് പെട്ടെന്ന് ജോലി വിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അയാൾ പോയി കഴിഞ്ഞാൽ ആ സ്ഥാപനം കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ തകർന്ന് തരിപ്പണമാകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു സ്ഥാപനവും പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാത്തിനെക്കുറിച്ചും ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ ജോലിക്ക് വരാതിരുന്നാൽ പോലും തീർച്ചയായിട്ടും ആ സ്ഥാപനം മുന്നോട്ട് തന്നെ പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് ഒരു നേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ മുൻകൂട്ടി തന്നെ അത് കണക്കിലെടുത്തുകൊണ്ട് വേണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ ഇതിപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം മാത്രമല്ല, ഒരു ചെറിയൊരു കുടുംബത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരു വ്യക്തി ഇല്ലെങ്കിൽ ആ കുടുംബം ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്നു പോകാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ ചിന്തിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മുൻകൈ എടുത്ത് നേരത്തെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.